ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വീണ്ടും കളിക്കാൻ പോകുന്ന ഗെയിമാണ് ആർക്ക് സർവൈവൽ. ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് 12 ആണ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉറപ്പായിട്ടും ടൈം ചെയ്ത് ഓൾറെഡി ടൈം ആവാറായിട്ടുണ്ട്. ഇത് ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്. സീനില്ല. 1641 ഉള്ളൂ എന്നല്ല, അത് തന്നെ കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഫൈനലി ടീമിൻ്റെ എനിക്ക് വയ്യേ. ഗൈസ് 482 മെലി ഡാമേജ്. ഇപ്പം എൻ്റെ നമുക്ക് ഏറ്റവും ഹൈ ലെവലാണ്. ഓക്കെ, അടുത്തതായിട്ട് എനിക്കില്ല ഡോഡോ. ഇന്ന് ഹണ്ട് ചെയ്യണം. ഹണ്ട് ചെയ്യട്ടെ ഗൈസ്. അതിനെ കില്ല് ചെയ്തു, അപ്പം തന്നെ ലെവലപ്പും ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും സ്റ്റാമിനയ്ക്ക് കൂട്ടിക്കൊടുക്കാം. ഇനി മറ്റേ സാധനങ്ങൾ അൺലോക്ക് ചെയ്യാം. ഫൈനലി ഓക്കെ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കണേ ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ ഇത് ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വരാം. പോകുന്നതിരിക്കാണ് ഞാൻ വീണ്ടും ഒരു കാർബോണിക്സിനെ കണ്ട 270 ഹൈ ലെവലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ടൈം ചെയ്യണം. എൻ്റെ HP ഉണ്ട് ഗൈസ് 7000. എങ്ങനെയെങ്കിലും ടൈം ചെയ്യാൻ നോക്കണം. പിന്നെ അവിടെ നമ്മുടെ ബെല്ലയോ എന്തുവായിരുന്നു, അവിടെ നമ്മുടെ ഒരു ഇതുണ്ട് മോസ്. ഇവന് അത്യാവശ്യം സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി. ഒരു മിനിറ്റ്, ഒരു പണി ചെയ്യാം ഗൈസ്. നമ്മൾ ഫൈനലി അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെടി വയ്ക്കുന്നതിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ, ഞാൻ ഒരു ഡിനോൻ്റെ നേരെ കാണിച്ചു തരാം. മോർണിംഗ് ലീപ്പം കാണിച്ചു തരാൻ നോക്കാം. ഇതിന് തപ്പിപ്പിടിക്കാം. ഡിലോവിനെ കാണുന്നിട്ട് നമുക്കൊരു കൈ നോക്കിയാലോ ഗൈസ്. കുഴപ്പമില്ല, ലോയ അത്യാവശ്യം, പുള്ളി അത്യാവശ്യം ലോയ. അതുകൊണ്ട് ലെറ്റ്സ് ഡു ഇറ്റ്. അതിപ്പോൾ നമ്മളെ കില്ലാക്കും. പക്ഷേ മണ്ട കയറ്. അതാണ്ട് ഒരു പീക്കിരി സാധനം. അതിനെ കൊല്ലം. അതും കൊണ്ടു. ഷടാ, ഈ സാധനം കുറേ ആയിട്ട് ഒന്ന് തുപ്പുന്നുണ്ട്. അതിനെ കൊന്നില്ലെങ്കിൽ എനിക്ക് ആ സാധനം എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഡിലോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഹണ്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് അതാണ്ട ചത്ത്. ഇത്രയേ ഉള്ളൂ ഗൈസ് കാര്യം. ഇതിൻ്റെ പാറ ഉണ്ടല്ലോ ഗൈസ്. വേറെ ഹാപ്പി ന്യൂസ് പറയുമ്പോഴാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സാർക്കോ സ്പോൺ ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ആർക്കിൽ പോകാൻ നോക്കിയതാ, വെള്ളത്തൊന്നും ഇല്ല. ഞാൻ എന്തോ ഒരു ഡിനോ വന്ന് റോൾ ചെയ്യുന്ന സൗണ്ട് ഇട്ട് സാർക്കോ ഒരു റോളിങ് അറ്റാക്ക് ഉണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയത് ഓർമ്മയുള്ളൂ, ഒരു സാർക്കോ എൻ്റെ പുറത്തോട് ചാടി വീണു. എൻ്റെ അടുത്ത് ഏതോ ഒരു ഡിനോ ഉണ്ടായിരുന്നു, ഒരു ട്രൈക്ക്. അതുകൊണ്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ട് എനിക്കൊന്നും പറ്റിയില്ല, എന്നെ ഒന്നും ചെയ്തില്ല എൻ്റെ ഭാഗത്തിന്. അപ്പം അതിനെ കൊല്ലാൻ പോവാണ് ഗൈസ്. ദോണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എഴുതുന്ന സാധനമാണ് ഗൈസ് നമ്മുടെ ശത്രു. അതിനെ കില്ല് ചെയ്യണം ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരെ കയറാൻ നോക്കിയതായിരുന്നു. ആ സമയത്ത് അത് എങ്ങോട്ടോ എനിക്ക് എന്നുവെച്ചാൽ ഓടുന്നിട്ടൊന്നുമില്ല, അത് ഈ ഐലൻഡിൽ തന്നെ ആരെയോ കൊല്ലാൻ പോയിട്ടുണ്ടെന്ന്. ഒന്നെങ്കിൽ അത് കില്ലായി കാണും, അല്ലെങ്കിൽ അത് ആ ഡിനോയിനെ കൊന്നുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് ഐലൻഡ് വിട്ട് പോയി കാണും. ഐലൻഡ് വിട്ടൊന്നും പോയി കാണില്ല. ചേട്ടാ ഞാനെ തപ്പട്ടെ ഗൈസ്. ഞാൻ വീണ്ടും കണ്ടു ഗൈസ്. ഞാൻ ഇപ്പം ഈ സ്ലിംഗ് ഷോട്ടിൻ്റെ പോയിന്റ് കാണുന്ന ഒരു കല്ലുണ്ടല്ലോ ഗൈസ്, അതിൻ്റെ ബാക്കിലുണ്ട്. അതിൻ്റെ ബാക്കിൽ എൻ്റെ വാല് കണ്ട ഗൈസ്, അത് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ സൈഡിൽ എൻ്റെ തല കണ്ടാവും ഗൈസ്.
ഓ അതിപ്പോലെ അതുകൊണ്ട് ഗൈസ് കണ്ട ഞാൻ പറഞ്ഞില്ലേ അത് എൻ്റെ നേരെ വന്നാൽ മതിയായിരുന്നു. തോണ്ട ഗൈസ് തൊട്ടടുത്ത് വന്ന് അടുത്തതായിട്ട് എന്നെ ഹണ്ട് ചെയ്യാൻ വരുമോ എന്തോ. ഉയ്യോ പോയി. ആ സാർക്കോ തിരിച്ചു വാ. സാർക്കോ തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ ആ വഴിയെന്ന് പോയി ആള്. അങ്ങനെ ലോങ് ഷോട്ട് അടിച്ചു നോക്കാം. കൊണ്ടാലോ. താണ്ട വരുന്നു. എന്തായാലും കില്ലണം ഗൈസ്. ആ പീറ്ററിനോടനെ അത് കൊന്നു കിടന്നു അവിടെ പോയപ്പം. ഇത് ലോ ലെവലായാൽ മതിയായിരുന്നു. സാർക്ക് ഒരു പീറ്ററിനോടനെ തന്നെ 2 ബൈറ്റ്സിന് തീർത്തില്ലേ. ഇവിടെ നിന്നൊരു ബൈറ്റ്, അവിടെ പോയിട്ട് ഒറ്റ ബൈറ്റ്. എൻ്റെ അടുത്തോട്ടാണോ എന്തോ വരുന്നത്. വയ്യ ഗൈസ്, എന്താണെന്നറിയത്തില്ല. അത് എൻ്റെ ഏരിയയിലോട്ടൊക്കെ ഈ സാധനം വരും. നിങ്ങൾക്ക് ഇതോ മനസ്സിലാവുന്നില്ല. അത് അടുത്തോട്ട് ചിലപ്പോഴൊക്കെ വരും, പക്ഷെ അത് അന്നേരം തന്നെ തിരിച്ചു പോകും. ഏതെങ്കിലും ഡിനോനെ കാണാൻ പറയേ അതിനെ ഹണ്ട് ചെയ്യണമെന്നും പറഞ്ഞു. എന്ത് സ്മാഷാണോ എന്തോ മനുഷ്യൻ. ടൈം നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈശ്വരൻ്റെ പ്രാർത്ഥിക്കാം. ഈശ്വരാ വേഗം വരണേ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. നമ്മൾ വിചാരിച്ച കണക്ക് അത് തിരിച്ച് വരുന്നുണ്ട്. എന്നെ കാണുവാണെങ്കിൽ അത് കുറച്ചുകൂടെ പറപ്പിച്ച് വരും. 100-110 ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടേ വരുന്നില്ല. അത് അവിടെ തിരിഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞ് അവിടെ തന്നെ കിടക്കുക. കണ്ടാ ഗൈസ്, എന്തോ കുഴപ്പമുണ്ട്. ഇത് നമ്മുടെ ഏരിയയിലോട്ട് വരുന്നില്ല വലുതായിട്ട്. ഇത് വന്നാൽ തന്നെ ഏതെങ്കിലും കണ്ടിട്ട് കണ്ട് തിരിഞ്ഞു പോകണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ആ കല്ലിൻ്റെ മണ്ട കയറിയിട്ട് അതിനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ടാർഗറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡിലോഫസോർസിനെ ടീം ചെയ്തു, പിന്നെ അമ്പുംബില്ലി ഉണ്ടാക്കി, പിന്നെ ബോല ഉണ്ടാക്കി. ബോലേൻ്റെ യൂസും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. അതിപ്പോൾ ചുമ്മാ നടത്തി വരുന്നുണ്ട്. ആ ഗൈസ് ഇപ്പം നമ്മുടെ അടുത്തോട്ടേ വരുന്നു.